ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണം, അങ്ങനെ തുടച്ചു നീക്കണം. ഇത് ഇന്ന് உதயநிதி ஸ்டாலின் தமிழ்நாடு நிയമசபையை പറഞ്ഞതാണ്. தமிழ்நாட்டுடைய உரிமைகளுக்காகவும் வளர்ச்சிக்காகவும் நாம எல்லாரும் சேர்ந்து ஒன்னா பயணிப்போம். எது எப்படி ஆனாலும் திராவிட இயக்கத்தினுடைய அடிப்படை கொள்கைப்படி எல்லோருக்கும் எல்லாம் கிடைக்கிறதை உறுதி செய்கின்ற வகையில் எதிர்க்கட்சி வரிசையில் இருந்து நாங்கள் நிச்சயம் செயல்படுவோம். നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 2-3 വർഷം മുമ്പ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിരിക്കെ തമിഴ്നാട്ടിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, കോവിഡ് വൈറസ് പോലെയും കോളറ പോലെയുമാണ് സനാതനധർമ്മം, അതുകൊണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയല്ല, തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായ ഉപമുഖ്യമന്ത്രി വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിലാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള തൻ്റെ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ സംഭവം നടന്ന് 4-5 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. കാരണം നമുക്ക് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനമൊന്നും നമുക്കില്ല. പക്ഷെ അതുള്ള ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തമിഴ്നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദയനിധി സ്റ്റാലിൻ വീണ്ടും വെറും MLA അല്ല, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിട്ട് ഇത് പ്രസംഗിക്കുന്നത് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് കഴിഞ്ഞ് ഞാൻ അടുത്ത രംഗം കണ്ടു. ഈ പ്രസംഗം കേട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇങ്ങനെ കൈകൂപ്പി തൊഴുന്നുണ്ട്. അതായത് ഒരു MLA പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ സഭായോഗത്തിൽ പങ്കെടുത്ത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ എറാഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള തൻ്റെ പ്രസംഗം ആവർത്തിക്കുമ്പോൾ അരുതെന്നു പറയാൻ പോലും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് തയ്യാറാവുന്നില്ല. അദ്ദേഹം അത് കേട്ട് അതിനെ സ്വീകരിച്ച് കൈകൂപ്പുന്നു. അതേസമയം ഒന്ന് സാങ്കല്പികമായ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. ഒരു BJPയുടെ MLA, ഒരാൾ ജയിച്ചിട്ടുണ്ട്, BJPയുടെ MLA അവിടെ പറയുകയാണ് ക്രിസ്ത്യാനിറ്റിയെ ഉന്മൂലനം ചെയ്യണം, അത് വൈറസ് പോലെയാണ്, കോവിഡ് പോലെയാണ് എന്ന് പറഞ്ഞാൽ വിജയ് എന്ത് പറയുമായിരുന്നു? ഉദയനിധി സ്റ്റാലിൻ എന്ത് പറയുമായിരുന്നു? ഈ നാട്ടിലെ കേരളത്തിലെ ഉൾപ്പെടെ മാധ്യമങ്ങൾ എന്ത് പറയുമായിരുന്നു? ആലോചിച്ച് നോക്കണം. ഇത് നിയമസഭയിൽ ഇയാൾ പ്രസംഗിച്ചത് വെറുതെ അല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള പ്രസംഗം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തമിഴ്നാട്ടിലെ വേദിയിൽ നടത്തിയതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ ഉദയനിധി സ്റ്റാലിനെതിരെ കേസുകളുണ്ട്. ഈ കേസ് പരിഗണിച്ച് മദ്രാസ് ഹൈക്കോടതി അടുത്തിടയ്ക്ക് 1-1.5 മാസം മുമ്പാണ് പറഞ്ഞത് ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു പോസ്റ്റ് ഭരണഘടനയിൽ ഇല്ല കേട്ടോ, മന്ത്രി മാത്രമേ ഉള്ളൂ. ചുമ്മാ ഒരു സൗകര്യത്തിന് അലങ്കാരത്തിന് കൊണ്ടുവെക്കുന്നൊരു പദവിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം. ഒരു മന്ത്രി ഭരണഘടനയിൽ ആരോടും വിവേചനമില്ലാതെ പ്രവർത്തിക്കും, ആരെയും പ്രീണിപ്പിക്കാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും പ്രത്യേക മമത കാണിക്കാതെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഭരണഘടനാ അനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഒരു മതത്തിൽപ്പെട്ട സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മമാണ്, അതിൽപ്പെട്ട ആളുകളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പ്രസംഗിച്ചത് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന പ്രസംഗമാണ് എന്ന് അതിനിശിതമായി മദ്രാസ് ഹൈക്കോടതി വിമർശിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ കേസുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകളുള്ളതെല്ലാം കൂടെ ഒരുമിച്ചാക്കണം, എല്ലാ കോടതികളിലും പോകാനൊന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എല്ലാ കേസുകളും ഒരുമിച്ച് ഒരു കോടതിയിൽ വിചാരണ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇയാളൊരു മന്ത്രിയാണ്, വാക്കുകളുടെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു. ആ കേസ് തീർന്നിട്ടില്ല. അതായത് ഉദയനിധി സ്റ്റാലിൻ പൊതുവേദിയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണം എന്നു പറഞ്ഞത് കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കിടക്കുകയാണ്, വിവിധ കോടതികളിൽ വിചാരണ കാത്ത് കിടക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അയാൾ വീണ്ടും ഇത് ആവർത്തിച്ചത് എന്ന് പറഞ്ഞാൽ നിയമസഭയാണ്. നിയമസഭയ്ക്കകത്ത് പറയുന്ന വാക്കുകൾക്ക് അത് എന്ത് തന്നെയാണെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് പറയുന്ന ആൾക്ക്. നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ ഒരു MPക്കോ ഒരു MLAക്കോ എതിരെ ഒരു കേസും എടുക്കാൻ പറ്റില്ല. സഭയുടെ സംരക്ഷണം, അംഗത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, അംഗത്തിൻ്റെ പ്രിവിലേജ്,
ഇതെല്ലാം മുതലെടുത്ത് ഈ നീചനായ വർഗീയവാദി അയാൾ പറയുകയാണ് ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇയാളുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ വിജയിയുടെ കാര്യത്തിൽ നോക്കൂ, വിജയെക്കുറിച്ച് എല്ലാവരും വിജയ് വിജയ് എന്ന് പറയുന്നു. എല്ലാവരും ധരിക്കും അത് ഹിന്ദുവാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ജോസഫ് വിജയ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നേരെ ചാടിത്തുള്ളി വന്നിട്ടുണ്ട്, കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എന്താണ് വിജയുടെ പേര് പറഞ്ഞത്? സി ജോസഫ് വിജയ് എന്ന് തന്നെ പറഞ്ഞല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പം അതിനകത്ത് സി ജോസഫ് വിജയ് ആണ് ഇയാളെന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളെ വർഗീയവാദിയാക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജോസഫ് വിജയ് എന്ന് പറഞ്ഞ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കമൽ എന്ന് പറയുന്ന സംവിധായകൻ. കമൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ പരാതി എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്, എൻ്റെ ശരിയായ പേര് പറഞ്ഞു, ഞാൻ കമാലുദ്ദീനാണെന്ന് പറഞ്ഞു. അത് സ്വന്തം പേര് പറയാൻ എന്തിനാണ് ഇവരൊക്കെ മടിക്കുന്നത്? അപ്പോൾ ഏതായാലും വിജയിയെ സംബന്ധിച്ച് വിജയിയുടെ അച്ഛൻ ക്രൈസ്തവനാണ്, ഹിന്ദു പേരുള്ള ക്രിസ്ത്യാനിയാണ്, വിജയും ക്രിസ്ത്യാനിയാണ്. കേരളത്തിലെ ആളുകൾക്ക് അത്ര പരിചിതമല്ലെങ്കിൽ പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഹിന്ദു നാമധാരികളായ ഒരുപാട് പേർ ക്രൈസ്തവരാണ്. ആന്ധ്രയിലെ മുഖ്യമന്ത്രി നമുക്കറിയാം. മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി ജഗൻ ആരായിരുന്നു? ക്രിസ്ത്യാനിയായിരുന്നു, ഹിന്ദു പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ആ കാലത്താണ് ഈ ക്രൈസ്തവ വിശ്വാസികളായ ഹിന്ദുക്കൾ ആന്ധ്രയും തെലങ്കാനയുമൊക്കെ ഭരിച്ച കാലത്താണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്. ആ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കൾക്ക് ജോലി വരെ കൊടുത്തു. ക്ഷേത്രവിശ്വാസികളല്ലാത്ത, വിഗ്രഹാരാധന അനുവദനീയമല്ല എന്ന് വിശ്വസിക്കുന്ന, അതെ ഇസ്ലാമികൾ മാത്രമല്ല ക്രൈസ്തവ വിശ്വാസമനുസരിച്ചും വിഗ്രഹാരാധകർ പാപികളാണ്, കൊല്ലപ്പെടേണ്ടവർ പോലുമാണ്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലല്ലേ അടുത്ത കാലത്ത് വിഗ്രഹാരാധകർക്കെതിരെ മതിലെഴുതി വെച്ചത്, അവസാനം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മായ്ച്ചു കളഞ്ഞത്. അപ്പോൾ ഏതായാലും തമിഴ്നാട്ടിൽ വീണ്ടും ഹിന്ദു വിരുദ്ധ മുദ്രാവാക്യം ഉയർന്നു, നിയമസഭയിൽ ഉയരുന്നു. ഉദയനിധി സ്റ്റാലിന് തൻ്റെ പ്രസംഗത്തിൽ തരിമ്പും ഖേദമില്ല. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണം എന്ന ആശയത്തിൽ ഉദയനിധി സ്റ്റാലിൻ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ സ്റ്റാലിന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവുമല്ല, സ്റ്റാലിൻ തോറ്റും പോയി. അപ്പോൾ അടുത്ത DMK എന്ന പാർട്ടിയുടെ അടുത്ത അവകാശിയായിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണമെന്നുള്ള തൻ്റെ ആശയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അത് നിയമസഭയിൽക്കുള്ളിൽ എന്ന് പറയാൻ ധൈര്യം എന്ന് പറയുന്നില്ല, ആ സൗകര്യം മുതലെടുത്തിരിക്കുന്നു. അത് കേട്ടിട്ട് ചിരിച്ച് കൈകൂപ്പിയ വിജയുടെ നിലപാടിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ മുമ്പ് ചോദിച്ചത്. ക്രിസ്ത്യാനിറ്റിയെ ഉന്മൂലനം ചെയ്യണം എന്നാണ് ഉദയനിധി സ്റ്റാലിൻ അസംബ്ലിയിൽ പ്രസംഗിച്ചതെങ്കിൽ വിജയ് കൈകുപ്പി നിൽക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, തമിഴ്നാട്ടിൽ ഹിന്ദു വിരുദ്ധത കൊടികുത്തി വാഴുന്ന പാർട്ടിയായ DMK വീണു. DMK അവസാനം ചെയ്ത് അറിയാമല്ലോ, മുരുകൻ്റെ 6 പടവീടുകളിലൊന്നായ തിരുപ്പറംകുன்றത്ത് മുസ്ലിം ആളുകൾക്ക് മാത്രമായി അവകാശം പരിമിതപ്പെടുത്തുകയും അത് വഖഫാണെന്ന് പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അവിടെ തൃക്കാർത്തികയ്ക്ക് ദീപം കൊളുത്താൻ അനുമതി നിഷേധിക്കുകയും ചെയ്തു. അനുമതി കൊടുത്ത ജഡ്ജിയെ വർഗീയവാദിയാക്കി, അയാളെ ഇംപീച്ച് ചെയ്യാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് കൊടുത്തു. ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞല്ലോ അത് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രമാണ്, അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു കാര്യവുമില്ലെന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞു. എന്നിട്ടും ഈ ഹിന്ദു വിരുദ്ധ പാർട്ടി അവരുടെ നയം അതേപോലെ തുടരുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഹിന്ദുക്കളെ ഓർത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ഹിന്ദു വിരുദ്ധരായി മാറുകയാണ് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട തമിഴിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തൊട്ടു പിന്നാലെ ഒരു വീഡിയോ കണ്ടോ പ്രിയപ്പെട്ടവരെ? വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് സ്ക്രീനിൽ വരുന്നു. ഒരു പാവപ്പെട്ട അമ്മ അവരെന്ത് ചെയ്യുന്നു? താലം, ദീപം കൊളുത്തിയ താലമെടുത്ത് ആ TV-യിലെ ദൃശ്യത്തെ ഒഴിയുകയാണ്. എന്നിട്ട് അവർ സിന്ദൂരം ആ TV-യിൽ വിജയുടെ നെറ്റിയിൽ ചാർത്തുന്നു. അവരൊരു ഹിന്ദുവാണ്, പാവപ്പെട്ട ഹിന്ദു. അവരെ പോലുള്ള പാവങ്ങളാണ് ഈ വിജയിയെയും ഈ ഉദയനിധി സ്റ്റാലിനെയൊക്കെ സ്നേഹിക്കുന്നത്. പക്ഷേ അവർ തരം കിട്ടുമ്പോൾ
ഇവരുടെ കഴുത്തു വെട്ടാനിരിക്കുന്നവരാണ് എന്ന് ഈ പാവപ്പെട്ട സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. എത്രമാത്രം വിദ്വേഷം! ഇന്ത്യയിൽ ഹിന്ദുമതം ഭൂരിപക്ഷ മതമാണ്. ഇസ്ലാമുണ്ട്, ക്രിസ്ത്യാനിറ്റിയുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനരുണ്ട്, സിഖുകാരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ എത്ര വലിയ കോലാഹലം ഉണ്ടാകും, ഹിന്ദുവിനെ ഒഴികെ. മുസ്ലിങ്ങളെ എറാഡിക്കേറ്റ് ചെയ്യണം എന്ന് ഒരു BJP-കാരൻ ഹിന്ദു പറഞ്ഞു നോക്കട്ടെ, ക്രിസ്ത്യാനിയെ എറാഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നോക്കട്ടെ, സിഖുകാരെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞു നോക്കട്ടെ, എന്തായിരിക്കും രാജ്യത്ത് സംഭവിക്കുക? ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വീണ്ടും നിയമസഭയിൽ പോലും ഹിന്ദു വിരുദ്ധത, സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള തൻ്റെ ആശയം ആവർത്തിച്ച് പ്രസംഗിക്കുകയും വിജയ് അത് കേട്ടുകൊണ്ടിരിക്കുകയും, വെറും വിജയല്ല, മുഖ്യമന്ത്രി വിജയ് അത് കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു എന്നുള്ള അവസ്ഥ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. അതിലേക്ക് ഉപരി അത് നമ്മുടെ രാജ്യത്ത് ഒരു വാർത്തയല്ലാതെ മാറുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എപ്പോഴും മുന്നിലുണ്ടാവും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ഇപ്പോൾ തന്നെ അത് ചെയ്ത് ഇന്ത്യ ലൈവിനെ ശക്തിപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.